അതെ, ചുംബിച്ച് ജയിക്കാൻ കോഴിക്കോട് നഗരത്തിലെ ചുംബന സമരം പ്രതിഷേധങ്ങൾക്കിടെ നിരോധനങ്ങൾ ലംഘിച്ച് തുടങ്ങിയിരിക്കുന്നു. സമരത്തിന് അനുമതി നൽകിയിട്ടില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. അനുമതി വാങ്ങിയില്ലെങ്കിൽ കേസെടുക്കുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് ചുംബന സമരവുമായി ഒരു പറ്റം ചെറുപ്പക്കാർ കോഴിക്കോട് മുന്നോട്ട് പോയിരിക്കുന്നത്. എതിർത്ത് ഹനുമാൻ സേനയും രംഗത്തുണ്ട്. ഇതിന്റെ യഥാർത്ഥ വിവരങ്ങൾ എന്ത് എന്ന് നമുക്കറിയാം. ഞങ്ങളുടെ പ്രതിനിധി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അജിംഷാർ, ദിവസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്ക് കൂട്ടായ്മ കോഴിക്കോട് ആഹ്വാനം ചെയ്ത ചുംബന സമരം കോഴിക്കോട് ആരംഭിച്ചിരിക്കുന്നു. കൃത്യം 3 മണിയോടുകൂടി തന്നെയാണ് ചുംബന സമരത്തിന് തുടക്കമായിരിക്കുന്നത്. അനുകൂലിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിയിരിക്കുന്നു. കയ്യിൽ പ്ലക്കാർഡുകൾ ഏന്തിക്കൊണ്ടാണ് ഇവർ ചുംബന സമരത്തെ അനുകൂലിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചുംബന സമരത്തെ അനുകൂലിച്ചു കൊണ്ടുള്ളവർ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ തന്നെ പോലീസ് ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഒരു തരത്തിലുള്ള അനുമതിയും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചുംബന സമരവുമായി ബന്ധപ്പെട്ട് അനുമതി എടുക്കാത്ത സാഹചര്യത്തിൽ പോലീസ് ഇവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കൊച്ചി മറൈൻ ഡ്രൈവിൽ കണ്ടതുപോലെ തന്നെ ചെറിയൊരു വിഭാഗം ആളുകളാണ് ചുംബന സമരത്തെ അനുകൂലിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ അത് കാണാൻ വലിയ രീതിയിലുള്ള ഇവിടെ എത്തിയിരിക്കുന്നു. അത് ചില ഭാഗങ്ങളിൽ നിന്ന് ചുംബന സമരക്കാരെ നേരിടുന്നത്. അതോടൊപ്പം ശക്തമായ പ്രതിഷേധം ആദ്യം തന്നെ ഉയർത്തിയിരുന്നത് ഹനുമാൻ സേനയായിരുന്നു. ഹനുമാൻ സേനയുടെ പ്രവർത്തകർ നേരത്തെ ഇവിടെ എത്തിയിരുന്നു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചുംബന സമരത്തിൽ പങ്കെടുക്കാനെത്തിയ ഒരു വിഭാഗം സംഘർഷഭരിതമായ ഒരവസ്ഥ തന്നെയാണ്. ചുംബന സമരക്കാരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തത്സമയ ദൃശ്യങ്ങളിൽ പോലീസ് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ സൂചിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ തന്നെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ഏതെങ്കിലും വിഭാഗം ആളുകൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ ആ സമയത്ത് പോലീസ് ഇടപെടുമെന്ന് തന്നെ അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ പ്ലക്കാർഡുകൾ ഏന്തിക്കൊണ്ട് കോഴിക്കോട് ഇവിടെ പുതിയ ബസ് സ്റ്റാൻഡ് എത്തിയിരിക്കുന്ന ചുംബന സമര അനുകൂലികളെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. ആജിംഷാൻ, തീർച്ചയായും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ചുംബന സമരത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയവരെ പോലീസ് തടയുന്ന സാഹചര്യം അവിടെ സംഘർഷഭരിതമാണോ? ഏത് സാഹചര്യത്തിലാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പങ്കുവെക്കാമോ സുജു? അജിംഷാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ചുംബന സമരവുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു തരത്തിലുള്ള അനുമതിയും പോലീസിൽ നിന്ന് ഇവർ വാങ്ങിച്ചിരുന്നില്ല എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ സമരവുമായി ബന്ധപ്പെട്ടോ ഇതിനെതിരെ എതിർക്കുന്നവരുമായി ബന്ധപ്പെട്ടോ ഒരു തരത്തിലുള്ള ഇടപെടലുകളും പോലീസ് നടത്തില്ല എന്നും സിറ്റി പോലീസ് കമ്മീഷണർ നേരത്തെ രാവിലെ തന്നെ പീപ്പിൾ ടിവിയോട് ഫോൺ വഴി അറിയിച്ചിരുന്നു. എന്നാൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വളരെ ഇടുങ്ങിയ ഒരു പ്രദേശമാണ്. അവിടെ തന്നെ അതുകൊണ്ട് തന്നെ 3 മണിക്ക് സമരം നടക്കുമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ വലിയ രീതിയിൽ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഇത് കാണാനും ഇതിനെ എതിർക്കുന്ന ആളുകളും എത്തിയിരുന്നു. എതിർപ്പ് കാര്യമായ രീതിയിൽ ഉയർന്നു വന്നത് ഒരേ ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്നാണ്, ഹനുമാൻ സേനയുടെ ഭാഗത്ത് നിന്നാണ് എതിർപ്പ് ഉയർന്നു വന്നിരുന്നത്. അവരെ ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ എത്തിയ ഹനുമാൻ സേനക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പോലീസ് ഇത്തരത്തിലൊരു അറസ്റ്റിലേക്ക് നീങ്ങാൻ കാരണം നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള അനുമതിയും ഇവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പുതിയ ബസ് സ്റ്റാൻഡ്, ആയിരക്കണക്കിന് ആളുകൾ സാധാരണക്കാർ വന്നു ചേർന്ന പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വലിയ രീതിയിലുള്ള ഒരാൾക്കൂട്ടം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. വാഹന ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം രൂപപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ക്രമസമാധാന പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് ഈ രീതിയിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ തീരുമാനിച്ചത്. അറസ്റ്റ് ചെയ്ത് നീക്കിയ ചുംബന സമരക്കാരെയും അതുപോലെ തന്നെ ചെറിയ വിഭാഗമായി എത്തിയ ഹനുമാൻ സേനക്കാരെയും ഇപ്പോൾ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ കാര്യാലയത്തിലാണ് എത്തിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് വിവരം അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ചുംബന സമരവുമായി ബന്ധപ്പെട്ട് ഇനിയും ആളുകൾ, കിസ് ഓഫ് ലോവുമായി ബന്ധപ്പെട്ട് ഇനിയും ആളുകൾ ഇവിടെ എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം ആദ്യഘട്ടത്തിൽ
യഥാർത്ഥത്തിൽ പുതിയ ബസ് സ്റ്റാൻഡിന്റെ കിഴക്ക് ഭാഗത്ത് നിന്ന് ഒരു വിഭാഗം ആളുകളാണ് ചുംബന സമരവുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് കടന്നു വന്നത്. അതിനുശേഷം അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷം ഹനുമാൻ സേനയുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനോടൊപ്പം അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനോടൊപ്പം തന്നെ പിന്നാലെയാണ് മറ്റൊരു സംഘം എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇതിന്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇവർ പറഞ്ഞത് കൃത്യമായും 1500ഓളം പേർ ഈ ചുംബന സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഏതാണ്ട് രണ്ട് ഗ്രൂപ്പുകളായി എത്തിയിരിക്കുന്ന ഏതാണ്ട് 20 പേരാണ്. അതുകൊണ്ട് തന്നെ സംഘാടകർ പറയുന്നത് അനുസരിച്ച് ഒരു കണക്ക് കൂട്ടൽ നമ്മൾ നടത്തിയാൽ ഒരുപക്ഷെ ഇനിയും ആളുകൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്താൻ സാധ്യതയുണ്ട്. ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, പോലീസ് ആദ്യഘട്ടത്തിൽ ഈ സമരത്തിന് അനുമതി നിഷേധിക്കുകയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇടപെടലും പോലീസ് ഇക്കാര്യത്തിൽ നടത്തിയിരുന്നില്ല. എന്നാൽ ഒരു ക്രമസമാധാന പ്രശ്നവും അതോടൊപ്പം തന്നെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇപ്പോൾ കാണുന്ന രീതിയിൽ വാഹന ഗതാഗതവും ബസ് ഗതാഗതവും എല്ലാം തന്നെ താറുമാറാകുന്ന രീതിയിലേക്ക് ആൾക്കൂട്ടവും അതോടൊപ്പം തന്നെ ചുംബന സമരക്കാരും ചുംബിക്കാനെത്തിയവരും അതോടൊപ്പം അതിനെ എതിർക്കാനെത്തിയ ചെറിയ വിഭാഗം ഹനുമാൻ സേനക്കാരും അതിനേക്കാൾ കൂടുതലായി ഇത് കാണാനും ഒരുപക്ഷെ ഇതിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനും അല്ലെങ്കിൽ ഇതിനെ അനുകൂലിക്കാനും എത്തിയ വലിയ വിഭാഗം ജനക്കൂട്ടവും ഉൾപ്പെടെ പുതിയ ബസ് സ്റ്റാൻഡ് ആകെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ട്. ഈ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ചില സമയത്തെങ്കിലും പോലീസിന് ഇടപെടേണ്ടി വരുന്നുണ്ട്. ലാത്തി വീശുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ലാത്തി വീശലോ പോലീസ് ഇടപെടലോ നിലവിലുണ്ടായിട്ടില്ല. എങ്കിലും ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് എന്ന് നമ്മുടെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും. അജിംഷാദ്, അതായത് സിജു, ചുംബന സമരത്തെ അനുകൂലിക്കുന്നവർ ഒത്തുകൂടിയപ്പോൾ അവരെയാണോ അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഈ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പരിഹാരത്തിന്? ഒപ്പം ഹനുമാൻ സേന എതിർക്കുന്നവരെയും അറസ്റ്റ് ചെയ്ത് നീക്കി. ചുംബന സമരത്തിൽ ഏർപ്പെടുന്നവർ അവിടെ എത്തിയോ? സമരം തുടങ്ങിയോ? അവരെ തടഞ്ഞിട്ടുണ്ടോ? അവരെ പോലീസ് എന്താണ് ചെയ്യുന്നത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി നൽകിയാൽ സിജു. അജിംഷാദ്, ഞാൻ സൂചിപ്പിച്ചതുപോലെ കൃത്യം 3 മണിക്കാണ് ഈ പരിപാടി ഇവർ ഈ കഴിഞ്ഞ ദിവസങ്ങളായി ഫേസ്ബുക്ക് വഴിയും അതോടൊപ്പം തന്നെ വാർത്താ മാധ്യമങ്ങൾ വഴിയും ഇവർ പ്രചാരണം നൽകിയിരുന്നത്. കൃത്യം 3 മണിയോടുകൂടി തന്നെ പരിപാടി ആരംഭിക്കുമെന്നായിരുന്നു. 3 മണിയോടുകൂടി തന്നെ 2 ഗ്രൂപ്പുകളായി 10ഓളം പേർ വരുന്ന 2 ഗ്രൂപ്പുകളായി കിസ് ഓഫ് ലവിന്റെ പ്രവർത്തകർ ഇവിടെ എത്തിയിരുന്നു. എന്നാൽ കിസ് ഓഫ് ലവിന്റെ പ്രവർത്തകർ എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കിസ് ഓഫ് ലവിന്റെ പ്രവർത്തകർ ബസ് സ്റ്റാൻഡിന്റെ ഒരു ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് കടന്നു വരുന്ന അതേ സമയത്ത് സമാന്തര മറ്റൊരു ഭാഗത്ത് നിന്ന് ഹനുമാൻ സേനയുടെ ഇതുമായി ബന്ധപ്പെട്ട് എതിർപ്പ് രേഖപ്പെടുത്തിയവർ, അതായത് കിസ് ഓഫ് ലവിൽ പങ്കെടുക്കുന്നവരുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെറിയും എന്ന് പ്രഖ്യാപിച്ച ഹനുമാൻ സേനയുടെ ഒരു വിഭാഗം പ്രവർത്തകരും എത്തിയിരുന്നു. ആദ്യഘട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഹനുമാൻ സേനയുടെ പ്രവർത്തകരെയായിരുന്നു. 10ഓളം വരുന്ന ഹനുമാൻ സേനയുടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിന് പിന്നാലെ ക്രമസമാധാന പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ആൾക്കൂട്ടവും അതോടൊപ്പം തന്നെ അതിനെ തുടർന്നുണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആദ്യം എത്തിയ ചുംബന കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് ആദ്യം എത്തിയ 10ഓളം പേരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഒരു പെൺകുട്ടി ഉൾപ്പെടെയുള്ള 10ഓളം പേരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്. പോലീസ് ആദ്യഘട്ടത്തിൽ പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തിയിരുന്നെങ്കിലും ഇപ്പോൾ പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. കാരണം നമുക്കറിയാം ചുംബന സമരത്തിന്റെ ആദ്യ സമരം നടന്നത് കൊച്ചി മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം അതോടൊപ്പം തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്ന സാഹചര്യത്തിൽ പോലീസ് ഈ കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തിയില്ല. പോലീസിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു വന്നിരുന്നു. ഈ സാഹചര്യം ഒരുപക്ഷെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം കോഴിക്കോട് സിറ്റി പോലീസ് ഈ കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിന് മുമ്പ് തന്നെ 2 വിഭാഗം ആളുകളെയും പ്രതിഷേധക്കാരെയും അതോടൊപ്പം തന്നെ ചുംബന സമരക്കാരെയും അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു തീരുമാനം പോലീസ് എടുത്തത് എന്ന് വേണം അനുമാനിക്കാൻ. തീർച്ചയായും വിവിധ ഭാഗങ്ങളിൽ പോലീസ് സിജു, അതുമായി ബന്ധപ്പെട്ട അനുമാനങ്ങളിലേക്ക് പോകുമ്പോൾ സമാധാനപരമായി ചുംബന സമരത്തിൽ ഏർപ്പെടുന്നവർക്ക് വേണ്ട സാഹചര്യം സൃഷ്ടിക്കൽ കൂടിയല്ലേ പോലീസിന്റെ കടമ? അവിടെ അനുമതിയില്ലാത്തവർക്ക് ഇത്തരത്തിൽ കൂടാൻ അനുവദിക്കില്ല എന്നൊക്കെ പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും എതിർക്കുന്നവരെയും അനുകൂലിക്കുന്നവരെയും ഒരേ രീതിയിൽ കണ്ട് പിടിച്ച് കസ്റ്റഡിയിൽ വെക്കുന്നത് ഇതെത്രത്തോളം ആശാസ്യമാണ്? ഇതേ സംബന്ധിച്ച് അവിടെ ഉയരുന്ന പൊതുജന അഭിപ്രായം എന്ത്? അവരോട് ചോദിക്കൂ സിജു.
അജിംഷാൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ നീക്കുന്ന സാഹചര്യം ഉണ്ടായത് ഒരു ക്രമസമാധാന പ്രശ്നം. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ചുംബന സമരത്തിന് ഒരു തരത്തിലുള്ള അനുമതിയും ഇവർ എടുത്തിരുന്നില്ല. കൊച്ചി മറൈൻ ഡ്രൈവിൽ കണ്ടിരുന്നത് പോലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ ഉയർന്നു വരാത്ത സാഹചര്യത്തിൽ പോലീസിൽ നിന്നും അനുമതി ലഭിച്ചിരുന്നില്ല എന്നൊരു അനുമതി ആവശ്യപ്പെട്ടിട്ടില്ല എന്ന വിശദീകരണം നേരത്തെ തന്നെ ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടും അവരുടെ മറ്റ് മാധ്യമങ്ങൾ വഴിയും ഇവർ പുറത്തു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് പറഞ്ഞത് അനുമതി നിലവിൽ ചോദിക്കാത്ത സാഹചര്യത്തിൽ മറ്റൊരു തരത്തിൽ അതിൽ ഇടപെടാനും അല്ലെങ്കിൽ അതിനെ നിഷേധിക്കാനും പോലീസ് തയ്യാറല്ല എന്നാണ് വ്യക്തമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇന്ന് 3 മണി വരെ ഈ കാര്യങ്ങൾ നടത്തിയത്. പക്ഷേ ഒരു ജാഗ്രത എന്ന രീതിയിൽ പോലീസ് ഒരു മുന്നൊരുക്കം നടത്തിയിരുന്നു. നേരത്തെ ഈ രണ്ടുപേരെയും ഒരുപോലെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യം ഉണ്ടായത് ഒരുപക്ഷെ ഈ ആൾക്കൂട്ടത്തിന്റെ ഒരു ശ്രദ്ധ തിരിച്ചുവിടുന്നതിനും ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇത് കാണാൻ നിൽക്കുന്ന ആളുകളും ഉണ്ടാക്കുന്ന ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങരുത് എന്ന രീതിയിലായിരിക്കണം പോലീസ് ആ കാര്യത്തെ കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ എന്ന രീതിയിൽ ഇവിടെ കാണാനെത്തിയ 5 പേരെ അടക്കം അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നാട്ടുകാർ വിവിധ അഭിപ്രായ പ്രകടനങ്ങളുള്ള ആളുകളായിരിക്കും ഒരുപക്ഷെ ഇവിടെ എത്തിയത്. ചുംബന സമരക്കാരുണ്ട്, അതോടൊപ്പം തന്നെ ഇത് ഒരുപക്ഷെ ചുംബനം കാണാം അല്ലെങ്കിൽ ആ ചുംബനം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് കാണാൻ എത്തിയവരുണ്ട്. നാട്ടുകാരുടെ ചില അഭിപ്രായത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഏത് രീതിയിലാണ് പൊതുജന അഭിപ്രായം ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് എന്നതുകൂടി നമുക്ക് കണക്കിലെടുക്കേണ്ടതുകൊണ്ട് എനിക്ക് തൊട്ടടുത്തുള്ള ആളുകളോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ഇവിടെ നടക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തിനാണ് ഇവിടെ എത്തിയത്? ഞങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അതിന് അല്ല, ഞങ്ങൾ പ്രതികരിക്കാൻ വേണ്ടി വന്നതാണ്. വീട്ടിൽ വെച്ച് അമ്മക്കോ കുട്ടികൾക്കോ ചുംബനം നൽകേണ്ടത് കിട്ടാത്തത് കൊണ്ടാണ് പൊതുനിരത്തിൽ വന്ന് അവർ ചുംബിക്കുന്നത്. ശരിക്കും ചുംബനം നൽകേണ്ടത് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ആണ്. അല്ലാതെ അവിടെ നിന്ന് ചുംബനം കിട്ടാതെ വരുമ്പോഴാണ് അന്യ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ചുംബിക്കുന്നത്. അത് വളരെ തെറ്റാണ്. ഇതിപ്പോൾ ഇതിന് ചോദിക്കുന്നു, കുറച്ച് കഴിഞ്ഞാൽ വേറെ മറ്റേതൊക്കെ ചോദിക്കും. അപ്പോൾ അതിന് മൗനസമ്മതം നടത്തേണ്ടി വരും. ജനങ്ങൾ തികച്ചും പ്രതികരിക്കണം, എല്ലാവരും ഒറ്റക്കെട്ടായി പ്രതികരിക്കണം. ഈ ചുംബന സമരം കൊണ്ട് ഇവിടെ സാധാരണക്കാരായ ആളുകൾ, പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഈ ചുംബന സമരം കൊണ്ട് ഒന്നും നേടാൻ വേണ്ടി ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്ക് ഒന്നും സാധിക്കാത്ത ഒരു കാലഘട്ടമാണ്. ഇവിടെ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി നിൽപ്പ് സമരം നടത്തുന്ന തിരുവനന്തപുരത്ത് ആദിവാസികൾ, അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയല്ലാതെ ഒരു പരസ്യമായ ചുംബന പ്രതിഷേധ സമരത്തോട് ഞങ്ങൾക്ക് യോജിക്കാനാവില്ല ഇവിടുത്തെ തൊഴിലാളികൾ നിലയ്ക്ക്. അതായത് സമരക്കാർ പറയുന്നത് സദാചാര ആക്രമണങ്ങൾക്ക് നേരെയുള്ള സദാചാര പോലീസിനെതിരെയാണ് ഈ സമരമെങ്കിലും ഇത് സദാചാര വിരുദ്ധമായിക്കൊണ്ടിരിക്കുന്നത്. ഈ സമരം ഇത് സദാചാര വിരുദ്ധ, പരസ്യ ചുംബനം എന്ന് പറഞ്ഞാൽ സദാചാര വിരുദ്ധമാണ്. ഇവിടെ സദാചാര പോലീസിനെതിരെയാണ് ഈ സമരം സംഘടിപ്പിച്ചതെങ്കിലും ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയോട് പറയാനുള്ളത് ജനങ്ങൾക്ക്, അതായത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കുന്ന ഒരു പരിപാടി ഈ പൊതുസ്ഥലത്ത് വെച്ച് നടത്താൻ പാടില്ല എന്നുള്ളതാണ്. വളരെ ചെറുപ്പക്കാരായ ആളുകളുടെ ഒരു അഭിപ്രായം കൂടി നമുക്ക് എടുക്കേണ്ടതുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഈ സമരത്തിൽ അണിനിരക്കുന്നത് ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരുടെ ഒരു പ്രതികരണത്തിലേക്ക് കൂടി പോകാം. നിങ്ങൾ എങ്ങനെ ഈ ചുംബന സമരത്തെ അനുകൂലിക്കുന്നോ പ്രതികൂലിക്കുന്നു? ഇല്ല, ഞങ്ങൾ എതിർക്കുക തന്നെയാണ്. ഇതിനെ അനുകൂലിച്ച് ഞങ്ങൾ എന്തോരം സംസാരിക്കില്ല, എതിർത്ത് തന്നെയാണ് സംസാരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും നടക്കുന്നെങ്കിൽ അതിനെതിരായിട്ട് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ അനുകൂലിക്കാൻ വേണ്ടില്ല, നേരെ തിരിച്ച് പറയാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നത്. അജിംഷാദ്, ഇതാണ് പറയുന്നത്. ജനങ്ങളുടെ ഒരു അഭിപ്രായ പ്രകടനം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങളും ഇതിൽ ഉയർന്നു വരുന്നുണ്ട്. ചെറിയ ഒരു വിഭാഗം ആളുകൾ ചുംബന സമരത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു തീരുമാനത്തെ, അതായത് സദാചാര പോലീസ് ആക്രമണങ്ങൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ഒരു സമരം എന്ന രീതിയിൽ അതിനെ അനുകൂലിക്കാമെങ്കിലും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടക്കുമ്പോൾ അത് സദാചാര വിരുദ്ധമാകുന്നു, പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന തരത്തിലേക്കാണ് ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇപ്പോൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. പുതിയ ബസ് സ്റ്റാൻഡിനകത്തേക്ക് ബസ്സുകൾ, കോഴിക്കോട് കണ്ണൂർ ഭാഗത്ത് നിന്ന് ബസ്സുകൾ പ്രവേശിക്കുന്ന ഭാഗത്ത് വലിയ ഒരു ആൾക്കൂട്ടം രൂപപ്പെട്ടിട്ടുണ്ട്. ആ ആൾക്കൂട്ടം മൂലം തന്നെ വാഹന ഗതാഗതം ഉൾപ്പെടെ തടസ്സപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. പോലീസും വളരെ ജാഗ്രതയോടുകൂടി ഇക്കാര്യത്തിൽ ഇടപെടുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ കൊച്ചി മറൈൻ ഡ്രൈവിലെ ചുംബന സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. ചുംബന സമരം ചുംബനം ഇവിടെ നടന്നിട്ടില്ലെങ്കിലും ഒരുപക്ഷെ ഇനിയും ആളുകൾ ഇവിടെ എത്തിക്കൂടായികയില്ല
എത്തിക്കൂടായില്ല. കാരണം കൊച്ചി മറൈൻ ഡ്രൈവിൽ ഒരു വിഭാഗം ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കിയതിന് ശേഷവും പിന്നീട് എത്തിയ ആളുകൾ പരസ്യമായി ചുംബിച്ച് സ്നേഹപ്രകടനങ്ങൾ നടത്തുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. 1500ഓളം ആളുകൾ ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. ചുംബന സമരത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള ചുംബന കൂട്ടായ്മയുടെ ഒരാൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സമരത്തിലേക്ക്, പരസ്യ പ്രകടനത്തിലേക്ക്? ആദ്യമായി ഞാൻ ചുംബന കൂട്ടായ്മയുടെ ഒരു അംഗമല്ല. പക്ഷേ ഇവിടെ പത്രത്തിൽ കണ്ട വാർത്ത കണ്ട് വന്നതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ മനസ്സിലായി ഈ ചുംബന സമരത്തെ എതിർത്തും അനുകൂലിച്ചും ഒട്ടേറെ റാലികളും ജാഥകളും ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ചുംബന സമരം ഇന്നത്തെ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഈ സംസ്കാരത്തിന് അനുയോജ്യമാണോ അതോ വെസ്റ്റേൺ കൾച്ചറിന് അനുയോജ്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമര രീതിയാണ് ഇവിടെ അവലംബിച്ചിരുന്നതെങ്കിൽ ഞങ്ങളുടെ യുവതലമുറയുടെ പൂർണ്ണമായ പിന്തുണയും ഈ ചുംബന സമരത്തിന് ഉണ്ടായിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു വിഭാഗം യുവതലമുറ മാത്രമാണ് ചുംബന കൂട്ടായ്മയെ അനുകൂലിക്കുന്നത് എന്നാണ് നിങ്ങൾ പറയുന്നത്. ചുംബന കൂട്ടായ്മയെ ഞങ്ങൾ യുവതലമുറ അനുകൂലിക്കുന്നൊന്നും പറയുന്നില്ല. പക്ഷേ അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിൻ്റെ കപടത മാറ്റിക്കൊണ്ട് സമൂഹത്തിൻ്റെ കപട മുഖംമൂടി മാറ്റണമെന്നാണ് ഞങ്ങൾ യുവതലമുറ ഇവിടെ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രായമായ ജനങ്ങളും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അജിംഷാദ്, മറ്റൊരു വ്യത്യസ്തമായ ഒരു അഭിപ്രായ പ്രകടനമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നേരിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ തന്നെ ഇപ്പോഴും ഇവിടെ തുടരുന്നു എന്ന് പറയേണ്ടി വരും. വലിയ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് പൂർണ്ണമായും കഴിയുന്നില്ല. കാരണം അത്രത്തോളം വലിയൊരു അതായത് സിജു നമുക്ക് അതിലേക്ക് എത്താം. അതിനു മുമ്പ് ഇപ്പോൾ 10 പേരുള്ള 2 സംഘങ്ങളായി എത്തിയവരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. രാഹുൽ പശുപാലൻ അടക്കമുള്ള സംഘാടകരെയും അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അതേ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോയതിനു ശേഷം നമുക്ക് പൊതുജനങ്ങളിലേക്ക് പോകാം. അതുകൂടി തീർച്ചയായും രാഹുൽ പശുപാലൻ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ രാഹുൽ പശുപാലൻ, നിങ്ങളെ അറസ്റ്റ് ചെയ്തോ? അതെ, ഞങ്ങൾ സ്ത്രീകളടക്കമുള്ള 40 പേരോളമുള്ള സംഘാടകരെ അറസ്റ്റ് ചെയ്തു. ആദ്യം എത്തിയ സമരം നടത്തിയവർ. നിങ്ങൾ എവിടെ എത്തിയാണ് ചുംബന സമരത്തിൽ പങ്കാളികളായത്? ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ, കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് ചുംബന സമരം നടത്തിയത്. അത് തുടങ്ങിയപ്പോൾ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. അറസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ കൊണ്ടുപോയി. ഇപ്പോൾ നിങ്ങൾ എവിടെയാ ഉള്ളത്? ഞങ്ങൾ കോഴിക്കോട് ടൗൺ സ്റ്റേഷനിൽ തന്നെയാണുള്ളത്. എനിക്ക് സ്റ്റേഷന്റെ പേര് എക്സാക്ട്ലി അറിയില്ല, ഞാൻ കോഴിക്കോട് അല്ലാത്തതുകൊണ്ട്. സമരം ഏകപക്ഷീയമായ അറസ്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ അവിടെ ആക്രമണം നടത്തിയ ഹനുമാൻ സേന എന്ന് പറഞ്ഞൊരു പുതിയ സംഘടന ആൾക്കാരെ അറസ്റ്റ് ചെയ്യാനൊന്നും പോലീസ് തയ്യാറുണ്ടായില്ല. ആദ്യം സമരമായി എത്തിയ 40ഓളം പേര്, അതിൽ 10ഓളം സ്ത്രീകളാണ് അടക്കമുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തത്. അതിൽ രണ്ടാമത് മറ്റു സമരക്കാർ ഇപ്പോഴും അവിടെ ആ സമരത്തിലാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് രാഹുൽ, കൊച്ചിയിൽ പോലീസ് എന്താണോ ചുംബന സമരക്കാരോട് കാട്ടിയത് അത് തന്നെയാണ് കോഴിക്കോടും നിങ്ങളോട് കാട്ടുന്നത്? അതെ, ഉറപ്പായും കൊച്ചിയിൽ പോലീസ് കാട്ടിയത് എന്ത് തന്നെയാണോ അത് തന്നെയാണ് ഇവിടെയും ആവർത്തിക്കപ്പെട്ടത്. അതായത് സമരത്തിനെത്തിയ പോലീസിൽ നിന്നും വളരെ വളരെ മോശമായ പ്രവർത്തനമായിരുന്നു കോഴിക്കോട് പോലീസ് കാണിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വ്യക്തമായിട്ട് പറയാം. കാരണം എന്താണ് മോശമായ പെരുമാറ്റം എന്നുള്ളത് വ്യക്തമാക്കൂ രാഹുൽ. മോശമായ സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത് ലാത്തി ചാർജ് ചെയ്യുകയും ആക്രമിക്കുകയും സ്ത്രീകളടക്കമുള്ളവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറാൻ ശ്രമിച്ച വനിതാ പോലീസുകാരികളടക്കമുണ്ട് കോഴിക്കോട് പോലീസ്. ഗുരുതരമാണ് ആരോപണം. പോലീസുകാർ ചുംബന സമരക്കാരെ സമരക്കാരെ നഖം കൊണ്ട് ആക്രമിച്ച വനിതാ പോലീസുകാരികൾ വരെ ഉണ്ട്. നഖം കൊണ്ട്? ഓക്കെ. അതായത് ചുംബന സമരം രാഹുൽ പശുപാലൻ പോകരുത്. അതായത് കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. ചുംബന സമരത്തിൽ ഗൗരവമായ ആരോപണമാണ് ചുംബന സമരക്കാർ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. നഖങ്ങൾ കൊണ്ട് പോലും ആക്രമിക്കാനും വസ്ത്രങ്ങൾ വലിച്ചുരിയാനും പോലീസ് ശ്രമിച്ചു. വനിതാ പോലീസ് അടക്കമുള്ളവർ ശ്രമിച്ചു സമരക്കാർക്ക് നേരെ, സ്ത്രീകൾ അടക്കമുള്ള സമരക്കാർക്ക് നേരെ. ഇതാണ് സംഘാടകൻ കൂടിയായ രാഹുൽ പശുപാലൻ പറഞ്ഞിരിക്കുന്നത്. രാഹുൽ, അങ്ങനെയെങ്കിൽ നിങ്ങളോട് പോലീസ് കാട്ടിയ സമീപനം, മറിച്ച് നിങ്ങളെ എതിർക്കാനായി കൂടിയ ഹനുമാൻ സേനക്കാരോട് പോലീസ് എന്ത് തരം സമീപനമാണ് കാട്ടിയത്? നോക്കൂ, നിങ്ങൾക്ക് അനുമതിയില്ലായിരുന്നു. അനുമതിയില്ലാത്ത സാഹചര്യത്തിൽ ഇത്തരത്തിൽ സമരം നടത്തുമ്പോൾ പോലീസ് സ്വാഭാവികമായും നിങ്ങളെ കസ്റ്റഡിയിലെടുക്കും, അറസ്റ്റ് ചെയ്ത് നീക്കും. അതുപോലെ തന്നെ ഹനുമാൻ സേനയോടും ചെയ്തിട്ടുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഹനുമാൻ സേനയോട് യാതൊരു വിധമായ അറസ്റ്റോ യാതൊരു പ്രകോപനപരമായ നടപടിയോ പോലീസ് സ്വീകരിച്ചില്ല. വളരെ മൃദു സമൂഹം. അവർക്ക് അവിടെ മുദ്രാവാക്യം വിളിക്കാനും ആക്രമണത്തിന് തടിച്ചുകൂടാനുള്ള സൗകര്യം പോലീസ് വലയത്തിനുള്ളിൽ ചെയ്തു കൊടുക്കുകയാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും.
ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അല്ല അത് മറുപക്ഷം ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. സമരം അനുമതിയില്ലാതെ സമരം ചെയ്തവരെ അറസ്റ്റ് ചെയ്ത് നീക്കും, അത് സ്വാഭാവികമാണ്. അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് ഇവിടെ നിയമപരമായ നടപടികളുണ്ടല്ലോ. അല്ലാതെ സമരക്കാരെ നഖം കൊണ്ട് ആക്രമിക്കുകയും സമരത്തിനെ ആക്രമിക്കാൻ വരുന്നവർക്ക് എല്ലാ സംരക്ഷണവും ചെയ്തു കൊടുക്കുന്നതിന് ഒരു പോലീസ് സംവിധാനം എന്ന് പറയാൻ കഴിയില്ലല്ലോ. അതൊരു കൊട്ടേഷൻ സംഘം എന്നേ പറയാൻ കഴിയുള്ളൂ. അതായത് രാഹുൽ പശുപാലൻ, കമ്മീഷണർ താങ്കൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് കമ്മീഷണറുമായി ബന്ധപ്പെട്ട് ഉള്ള അനുമതി ഇല്ലാത്തതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടൊന്നുമല്ല നിങ്ങളുടെ പരിഭവം, മറിച്ച് പോലീസ് ആക്രമിക്കുന്നു, പക്ഷേ നിങ്ങളെ എതിർക്കാനെത്തിയ ഹനുമാൻ സേനയെ സംരക്ഷിക്കുന്നു. അതായത് ചുംബന സമരക്കാരെ മൃഗീയമായി കൈകാര്യം ചെയ്യുകയും ചുംബന സമരത്തെ എതിർക്കാനെത്തിയ ഹനുമാൻ സേനയ്ക്ക് സർവ്വവിധ സംരക്ഷണവും പോലീസ് കാട്ടി. പോലീസ് പക്ഷപാതപരമായാണ് പെരുമാറിയത്. അതെ, ഉറപ്പായിട്ടും അത് തന്നെയാണ് നടന്നത്. ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും ചുംബന സമരത്തിന് അവിടെ ഇപ്പൊ നമ്മൾ 4-5 ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു ചുംബന സമരം നടത്താൻ തീരുമാനിച്ച്. അതിനുശേഷം ഞങ്ങളെ അറസ്റ്റ് ചെയ്ത ശേഷം അവിടേക്ക് എത്തിയിരിക്കുന്നവരെയും പോലീസ് അതേ രീതിയിൽ തന്നെയാണ് പെരുമാറുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോഴും ഹനുമാൻ സേനയ്ക്ക് അടക്കമുള്ള സംഘപരിവാർ ശക്തികൾക്ക് അവിടെ തടിച്ചുകൂടാനും ആക്രമണത്തിന് തയ്യാറെടുക്കാനുള്ള പോലീസ് വലയം തീർത്ത് സംരക്ഷണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോലീസ് സമീപനത്തെ നിങ്ങൾ കാണുന്നത് ഏതു തരത്തിൽ രാഹുൽ? ഇത് ഗവൺമെന്റിന്റെ ഒരു ഇരട്ടത്താപ്പാണ്. സംഘപരിവാർ സംഘടനകൾ ഗവൺമെന്റ് എന്നും ഇനി ഞങ്ങൾ അതിശയിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് വല്ല UP വല്ലതും ചുമത്താൻ സാധ്യതയുണ്ടാവും. കാരണം അത്രയ്ക്ക് രീതിയിലുള്ള ഗവൺമെന്റിന്റെ ഇരട്ടത്താപ്പ് തന്നെയാണത്. കാരണം സംഘപരിവാർ സംഘടനകളോട് ചായ്വ് തുറത്തുന്ന UDF ഗവൺമെന്റിന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ് ഈ സമരത്തോടും വ്യക്തമാകുന്നത്. അതായത് ചുംബന സമരത്തോടുള്ളത് ട്രാഫിക് ജാമാകും എന്ന കരുതിയുള്ള പോലീസിന്റെ ജാഗ്രതയല്ല, അനുമതി ഇല്ലാത്തതിനുള്ള ജാഗ്രതയല്ല, മറിച്ച് ഇതിനകത്ത് വ്യക്തമായ രാഷ്ട്രീയം നിങ്ങൾ കാണുന്നു. അതാണോ രാഹുൽ പശുപാലൻ? ഉറപ്പായിട്ടും ഇതിന് വ്യക്തമായ രാഷ്ട്രീയമാണ്. ഇതൊരിക്കലും ഒരു പോലീസ് കമ്മീഷണറുടെയോ ഒരു വ്യക്തിപരമായ തീരുമാനമൊന്നുമല്ല. ഇത് ഗവൺമെന്റിന്റെ വ്യക്തമായ രാഷ്ട്രീയം ഇതിലുണ്ട്. കാരണം സമാധാനപരമായി ട്രാഫിക് ജാം ഉണ്ടാക്കാതെ ബസ് സ്റ്റാൻഡിന്റെ ഓരത്ത് സമരം ചെയ്തവരെ അക്രമമാർഗത്തിലൂടെ അറസ്റ്റ് ചെയ്യുകയും അവരെ ആക്രമിക്കാൻ വന്നവർക്ക് റോഡിന്റെ നടുവിൽ ട്രാഫിക് ജാം ഉണ്ടാക്കി പോലീസ് വലയം ചേർത്ത് സംരക്ഷണം നൽകുന്നത് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. സംഘപരിവാരത്തിലുള്ള UDF ഗവൺമെന്റിന്റെ വ്യക്തമായ ചായ്വ് തന്നെയാണ് ഇതിൽ കൂടെ വ്യക്തമാകുന്നത്. ഇപ്പോൾ രാഹുൽ പശുപാലനൊക്കെ ഉള്ളത് കോഴിക്കോട്ടെ പോലീസ് സ്റ്റേഷനിലാണ്. അതെ. രാഹുലിനോടൊപ്പം എത്ര പേരുണ്ട് ഇപ്പോൾ? എന്നോടൊപ്പം ഇവിടെ സ്ത്രീകളടക്കം 40ഓളം പേരുണ്ട്. 40ഓളം പേരുണ്ട്. ഇത് ആദ്യം 10 പേർ അല്ലെങ്കിൽ പിന്നീട് 10 പേർ, അങ്ങനെ സമരത്തിന്റെ ഒരു തുടർച്ചയായാണോ, പരമ്പരയാണോ നിങ്ങൾ സമരം ഉദ്ദേശിച്ചത്? അതെ, ഞങ്ങൾ കുറച്ച് 4-5 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ആദ്യമെത്തിയ ഗ്രൂപ്പിനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. രണ്ടാമതെത്തിയ ഗ്രൂപ്പിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ആദ്യം ഒരു ഗ്രൂപ്പ് എത്തും, അത് എല്ലാം ഒരേ സ്ഥലത്താണോ ഈ സമരം? അതെ, എല്ലാം ബസ് സ്റ്റാൻഡിനുള്ളിൽ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. അതായത് രാഹുൽ, ഇപ്പോൾ പോലീസ് ഇത്തരത്തിൽ നിയമവിരുദ്ധമായുള്ള ഒരു കടന്നുകയറ്റം നിങ്ങൾക്ക് മേൽ നടത്തിയെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിന് നിയമപരമായ മറുപടി നൽകാൻ പോകുന്നത്? കാരണം ഇവിടെ വരുന്നത് ഇത് ജനങ്ങൾ കാണുകയല്ലേ, ഇതൊരു ഗവൺമെന്റിന്റെ ഇരട്ടത്താപ്പ് തന്നെയാണ്. നിയമപരമായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് മുൻപിട്ട് ആലോചിക്കേണ്ടിയിരിക്കുന്നതിന് സമരത്തിന് നിയമപരമായി എങ്ങനെ സംരക്ഷണം നേടാൻ കഴിയുമെന്നതിനെ കുറിച്ച് ഗുണ്ടായുസത്തിൽ നിന്നും അതിനെക്കുറിച്ച് ഞങ്ങൾ തുടർന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇത് കാണുന്ന ജനങ്ങൾക്കും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും ഗവൺമെന്റിന്റെ സംഘപരിവാർ ശക്തികളോടുള്ള കൂറും ഭയവും വ്യക്തമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് രാഹുൽ പശുപാലൻ കേൾക്കാമോ? അതായത് രാഹുൽ പശുപാലൻ, നോക്കൂ, ഇവിടെ ഡൽഹിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട് ഈ കൊച്ചിയിൽ തുടങ്ങിയ ഡൗൺ ടൗണുമായി ബന്ധപ്പെട്ട് ആ റെസ്റ്റോറന്റിൽ തുടങ്ങിയ സംഭവം ഒരു തീയായി പടർന്നു, കൊച്ചിയിൽ എത്തി, കൊച്ചിയിൽ നിന്ന് ഇപ്പോൾ കോഴിക്കോട് എത്തുന്നു. ഇതിന് പിന്തുണയുമായി ദില്ലിയിൽ വരെ രംഗത്തെത്തിയിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന സംഘപരിവാർ ശക്തികളുടെ അതേ എതിർപ്പ് ദില്ലിയിലും നേരിടേണ്ടി വന്നു. അങ്ങനെയെങ്കിൽ ഇനി നിങ്ങൾ ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ സമീപനമുണ്ടാകുന്നു, ഇത്തരത്തിൽ എതിർക്കപ്പെടുന്നവരുടെ എണ്ണം അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരുടെ സംഖ്യ കൂടുന്നു, രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങൾ ഉള്ളവരാണ് നിങ്ങൾക്ക് മേൽ എതിർപ്പ് ചൊരിയുന്നത്. ഇത്തരത്തിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇനി നിങ്ങൾ എങ്ങനെ ചുംബന സമരവുമായി മുമ്പോട്ട് പോകും കേരള സമൂഹത്തിനിടയിൽ? ഇനി നിങ്ങളുടെ പ്ലാൻ എന്തൊക്കെ? തളർന്നോ? ഞങ്ങൾ ഒരിക്കലും തകർന്നിട്ടില്ല. ഇതൊരു ചുംബന സമരവുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ്. കാരണം ഞങ്ങൾ മുൻപോട്ട് വെക്കുന്ന ഒരു ആശയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ആശയം ചെറിയൊരു തീയായി കൊച്ചിയിൽ കത്തിയത് രാജ്യം മുഴുവൻ ഏറ്റെടുത്തത്. അവിടെ നമ്മൾ രാജ്യത്ത് പലയിടത്തും ഈ ചുംബന സമരം നടന്നപ്പോൾ അവിടെയൊക്കെ പോലീസ് സ്വീകരിച്ച നടപടിയും, ഡൽഹിയിൽ RSS ആസ്ഥാനത്തിന് മുന്നിലാണ് ചുംബന സമരം നടന്നത്, അവിടെയും ഒരു സംഘർഷവും ഉണ്ടാവാതെ ഒരക്രമവും ഉണ്ടാവാതെ പോലീസ് അത് മൃദുവായി വളരെ വ്യക്തമായി ഹാൻഡിൽ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പം അത് ഒരിക്കലും പോലീസിന് അവിടെ ചുംബനക്കാരോ അല്ലെ എതിർക്കാൻ വരുന്നവരോ ആക്രമണം അഴിച്ചുവിടുന്നതൊന്നുമല്ല പ്രശ്നം. ഇത് പോലീസ് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. അതാണ് ആ സമീപനത്തിന്റേതാണ് പ്രശ്നം. ദില്ലിയിലും സംഘർഷമൊക്കെ ഉണ്ടായി, RSSും ചുംബന സമരക്കാരുമായി സംഘർഷമൊക്കെ ഉണ്ടായി. തീർച്ചയായും രാഹുൽ പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലായി.